ചരിത്രഗാഥ, കേളു, വാണിഭം തുടങ്ങിയ നാടകങ്ങൾ എഴുതിയ എൻ ശശിധരൻ്റെ പ്രസക്തമായ ഒരു നാടകമാണ് അടുക്കള. അടുക്കളയിൽ ആട്ടുകല്ലിൽ അരച്ചുകൊണ്ടിരിക്കുന്ന ദേവു എന്ന 45 വയസ്സുള്ള സ്ത്രീയിലൂടെയാണ് അടുക്കള നാടകം നീങ്ങുന്നത്. ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ച ആ സ്ത്രീ തൻ്റെ 3 മക്കളെ വളർത്തുന്നതിന് വേണ്ടി വേശ്യാവൃത്തി സ്വീകരിക്കുന്നു. രവീണ, രജൂല, ബാബു എന്നിവരാണ് ആ 3 മക്കൾ. രജൂല വിവാഹിതയാണ്. അവളുടെ ഭർത്താവിൻ്റെ പേര് മഹേഷ് എന്നാണ്. അടുക്കളയിൽ അകപ്പെടുന്ന സ്ത്രീ, അതുപോലെ സദാചാരം സ്ത്രീക്കു മാത്രം എന്നീ യാഥാർത്ഥ്യങ്ങൾ ഈ നാടകത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. സ്ത്രീകൾ ഒരു ആത്മാവറ്റ ശരീരം മാത്രമായി എങ്ങനെ മാറുന്നുവെന്ന് ജീവിതം കൊണ്ടറിഞ്ഞ ഒരു കഥാപാത്രമാണ് ദേവയാനി എന്നും വണ്ടി ദേവു എന്നും അറിയപ്പെടുന്ന ദേവു എന്ന നാടകത്തിലെ പ്രധാന നായിക. ഇതിനിടയിൽ ആശ്വാസമായി വരുന്ന ഒരു കഥാപാത്രമാണ് വാസുവേട്ടൻ. ടാക്സി ഡ്രൈവറാണ് അദ്ദേഹം. പഠിക്കുന്ന കാലം മുതൽ ദേവുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ഇഷ്ടം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വണ്ടി ദേവു ആയപ്പോഴും വാർദ്ധക്യത്തിലും ദേവുവിൻ്റെ അരികിൽ അയാളുണ്ട്. ഒരേ തെറ്റ് ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരിൽ സ്ത്രീ മാത്രം വിലക്കപ്പെട്ടവൾ അല്ലെങ്കിൽ മോശക്കാരി, പുറത്തു പറയാൻ കൊള്ളാത്തവളായി മാറുമ്പോൾ പുരുഷൻ സാമൂഹികമാന്യനായി അഥവാ പകൽമാന്യനായി നമുക്കിടയിൽ തന്നെ നിലനിൽക്കുകയാണ്. അത്തരമൊരു കാഴ്ചയും അടുക്കള നാടകത്തിലൂടെ നമുക്ക് വ്യക്തമായി കാണാം. DK മേനോനെ പോലുള്ള കഥാപാത്രങ്ങൾ അതിനുദാഹരണമായി ശശിധരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ത്രീയിൽ നിന്ന് ഒരിക്കലും പറിച്ചെറിയാൻ കഴിയാത്ത പരമ്പരാഗതമായ ഒരു ജീവിതമാണ് അടുക്കള. ഒടുവിൽ മക്കളാൽ തന്നെ മരിക്കപ്പെടുന്ന ദേവുവിനെയും നമുക്ക് നാടകാവസാനം കാണാൻ കഴിയും. ആ സമയം ദേവുവിന് സമാനമായി ആട്ടുകല്ലിനരികിൽ ദേവു ഭയന്ന പോലെ ദേവുവിൻ്റെ മകൾ രജൂല ഇരിക്കുന്നത് കാണാം. മഹേഷ് എന്ന അവളുടെ ഭർത്താവ് അവളുടെ സ്വന്തം അനുജത്തിയായ രവീണയുമായി രമിക്കുന്നതാണ് നാടകാവസാനത്തിലെ രംഗം. ആധുനികോത്തരം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഈ നാടകം സംഘർഷങ്ങൾ നിറഞ്ഞതാണ്. കുടുംബത്തിലെ സ്ത്രീ എന്ന വിഷയത്തിൻ്റെ പരിണാമമാണിത്. ഭൂമിയെപ്പോലെ സ്ത്രീ ശരീരവും അധികാരത്തിൻ്റെ ഇരയാണെന്ന് എൻ ശശിധരൻ ഈ നാടകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു.